ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത് ക്ലാസിക് ഫിസിക്കിൽ ഇന്ത്യയിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രോ കാർഡ് വിന്നറായ മുഹമ്മദ് അർഫാണ്. ഹായ് അർഫ്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. വളരെ അഭിമാനകരമായ ഒരു നേട്ടമാണ് അർഫ് നമുക്ക് മലയാളികൾക്കും പ്രത്യേകിച്ച് ഇന്ത്യക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ പ്രോ കാർഡ് വിന്നർ എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു പകുതി പേർക്കും മനസ്സിലാവുന്നില്ല അത് എന്താണ് എന്നുള്ളത്. സോ അർഫനെ പറ, അതെന്താണ് ഈ പ്രോ കാർഡ് വിന്നർ എന്നുള്ള ടൈറ്റിൽ? പ്രോ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒളിമ്പിയയിലെ തൊട്ട് താഴത്തെ സ്റ്റേജ് എന്ന് വേണോ പറയാം. അത് ഈ പ്രൊഫഷണൽ അത്ലറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ അർഫ് ഒരു പ്രൊഫഷണൽ അത്ലറ്റ് ആയിരിക്കാം. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒളിമ്പിയക്ക് പോകേണ്ടതിൽ പ്രോ ക്വാളിഫയർ ഫൈറ്റ് ആണ്. അത് വിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഒളിമ്പിയാണ്. ഒളിമ്പിയ എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന്റെ അങ്ങേറ്റ വലിയ സ്റ്റേജാണ്. അതിലേക്കാണ്. പക്ഷേ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ പോയിട്ടുള്ള അപൂർവമാണ്. പക്ഷേ പോയിട്ടുള്ളത് അപൂർവമാണ്, വിൻ ചെയ്യാൻ പാടുള്ള സ്റ്റേജാണ്. എത്ര പേർക്കുണ്ട് ഇന്ത്യയിൽ ഈ പ്രോ കാർഡ് എന്ന് പറയുന്ന ടൈറ്റില്? പ്രോ കാർഡ് ഏകദേശം ഒരു 20 പേർക്ക് മുകളിൽ കാണും. പക്ഷെ അത്ര പേർക്കേ ഉള്ളൂ. കാരണം ഒരുപാട് പ്രോ കാർഡ് എന്ന് പറയുമ്പം വിദേശത്തു നിന്നും UK, കാനഡ എല്ലായിടത്തു നിന്നും ആൾക്കാർ വന്ന് ഫൈറ്റ് ചെയ്യുന്ന സാധനമാണ്. അത്രയ്ക്ക് വാല്യൂ ഉള്ള സാധനമാണ്. ഇപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ നടന്നത്. എങ്ങനെയായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്? വെച്ചാൽ എൻ്റെ കൂടെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി കുവൈറ്റ് ഉണ്ടായിരുന്നു, ഖത്തർ ഉണ്ടായിരുന്നു, കാനഡയിൽ നിന്ന് ഒരു ആൾക്കാരുണ്ടായിരുന്നു. അവരോടൊക്കെ ഫൈറ്റ് ചെയ്താണ് ഞാൻ ഗോൾഡ് അടിച്ചത്. അത് കഴിഞ്ഞ് പ്രോ കാർഡിന് പോയപ്പം അവിടെ നിന്നും കുവൈറ്റും ഖത്തറിൽ നിന്നും ഉണ്ടായിരുന്നു. അവരോടെയും ഫൈറ്റ് ചെയ്ത് ഞാൻ ഫസ്റ്റ് പ്രോ കാർഡ് തന്നെ വിൻ ചെയ്തെടുത്തു. ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ആ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെ വാക്കുകൊണ്ട് പറയുമ്പോൾ വെറും ഹാപ്പി എന്നേ പറയാൻ പറ്റും. പക്ഷേ അവിടെ കണ്ടവർക്ക് കാണുമ്പം ഞാൻ എന്തൊക്കെ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞിട്ടായിരുന്നു. അവിടെ അത്ര ഹാപ്പിനെസ് ആയിരുന്നു. ആരെയാണ് ആദ്യം ഓർമ്മ വന്നേ ഇങ്ങനെ ടൈറ്റിൽ കിട്ടിയപ്പോ ഞാൻ ഓർത്ത വേറെ ഒന്നുമില്ല, എന്നെ തന്നെ പ്രൗഡായിട്ട് വിചാരിച്ചു. എന്നാലും നമുക്ക് അവിടെ നമ്മുടെ നാഷണൽ ആന്തം കേൾക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. എങ്ങനെയാണ് ഈ ജിം അല്ലെങ്കിൽ ബോഡി ബിൽഡിംഗ് ക്ലാസിക് ഫിസിക് എന്ന ഒരു കാറ്റഗറിയിലേക്ക് എത്തിപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജിമ്മിലൊക്കെ പോകാൻ തീരുമാനിക്കുന്നത്? എപ്പോഴാണ്? എന്റെ സ്വന്തം ബ്രദറിനെ കണ്ടാണ്. അവൻ ഈ അയൺ സിനിമ ഒക്കെ കണ്ട് അവൻ ജിമ്മിൽ പോയി അയൺ സിനിമയിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയതാണ്. അയൺ സിനിമ കണ്ട് മോട്ടിവേറ്റ് ആയി 6 പാക്ക് ഒക്കെ ആക്കി എന്റെ ഫ്രണ്ട് തന്നത്. പിന്നെ എനിക്ക് ജിമ്മിൽ പോകണമെന്നൊരു ആഗ്രഹം. ഞാൻ ജിമ്മിൽ കയറി വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. എൻ്റെ ബോഡി ചേഞ്ച് ആണ് കണ്ടപ്പം ഈ ജിമ്മിന്റെ ഓണറായ അതാണ് എൻ്റെ കസിൻ. അങ്ങേര് എന്നെ ദത്തെടുത്ത് തുടങ്ങി. അങ്ങേരാണ് കോമ്പറ്റീറ്റീവിലൊക്കെ കൊണ്ടിറക്കി മെഡലൊക്കെ അടിപ്പിച്ചു തുടങ്ങിയത്. ആദ്യം വാങ്ങുന്ന മെഡൽ ഏതാ? ആദ്യം വാങ്ങുന്നത് സബ് ജൂനിയറിൽ സെക്കൻഡ് ആയിരുന്നു. അന്ന് വിചാരിച്ചിരുന്നോ ഇത്രയും കാലം അത് നീണ്ടു പോകുമെന്ന്? ഇത്രയും വലിയ ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു പയ്യനായതുകൊണ്ട് അന്ന് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എല്ലാവരുടെയും ഫൈറ്റ് ചെയ്യണമെന്ന് അന്നൊരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈറ്റ് തുടങ്ങിയതും ഫസ്റ്റ് ഫൈറ്റാണ്. അതത്തേക്ക് ഫസ്റ്റ് ഫൈറ്റ് എനിക്ക് തോൽവിയായിരുന്നു. തോൽവി കിട്ടിയതും ആ സ്റ്റേജിൽ തന്നെ എനിക്ക് വിൻ ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു. തോൽവിയായിരുന്നു. അതിൻ്റെ അടുത്ത വർഷം ഞാൻ ആ സ്റ്റേജിൽ ഗോൾഡ് പഠിച്ചു, ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ പട്ടം കിട്ടി. അതേ വർഷം തന്നെ നാഷണലും പോയി സെക്കൻഡ് പഠിച്ചു. പ്രതികാരമായിരുന്നു. ഫസ്റ്റ് അടിച്ചപ്പോഴും എനിക്ക് തരേണ്ടതല്ലെന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തിയായിരുന്നു. അപ്പൊ അതിന്റെ വാശിക്ക് ആരും മാറുന്നു പറഞ്ഞവരെല്ലാം അടച്ച്. ഇപ്പൊ അവർക്ക് അന്നത്തെ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കാറുണ്ടോ ഈ പ്രോ കാർഡ് കിട്ടിയെന്ന്? എല്ലാവരും വിളിച്ചായിരുന്നു. പക്ഷെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഞാൻ പിന്നെ ഇൻസ്റ്റയിൽ ഓൺ വോയിസ് പോയി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും സന്തോഷം. ഫാൻസൊക്കെ എന്ത് പറഞ്ഞു? ഫാൻസൊക്കെ വളരെ സന്തോഷമാണ്. ഇപ്പോൾ ക്ലാസിക് ഫിസിക് എന്നുള്ള കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. ആ ഒരു കാറ്റഗറി ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ? എൻ്റെ ബോഡി എന്ന് പറയുമ്പം ഫിസിക് എന്ന് പറയുമ്പോൾ വി ടാപ്പും വൈറ്റ് ഷോൾഡറുമാണ്. ഈ വൈറ്റ് ഷോൾഡറും വി ടാപ്പും വന്നാൽ നമ്മൾ ക്ലാസിക് ഫിസിക് ബോഡി ജനിപ്പിക്കുകയാണ്. നമ്മൾ ഹ്യൂജ്നെസ് ആയിരുന്നെങ്കിൽ ബോഡി ബിൽഡിംഗിലേക്ക്. പക്ഷെ എൻ്റെ ബോഡി അത്ര ഹ്യൂജ്നെസ് ആണല്ലോ. 100 കിലോ ഉണ്ടെങ്കിൽ പോലും ഹ്യൂജ്നെസ് തോന്നിക്കില്ല. ഇപ്പം 100 കിലോ ഉണ്ട്. ഹ്യൂജ്നെസ് ഇല്ല. വി ടാപ്പും
വൈഡ് ഷോൾഡർ ആയതുകൊണ്ട് ആ ഹ്യൂജ്നെസ് വരുന്നില്ല. എത്ര സമയം എടുത്തു ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷന്? ഒരു 5 to 6 years വന്നാണ്. 6-7 വർഷത്തെ പരിശ്രമമാണ് ഇപ്പൊ ഈ കിട്ടിയതും ഈ കാണുന്നതും ഒക്കെ അല്ലേ? പക്ഷെ ഞാൻ ഇത്ര പെട്ടെന്ന് ഈ FF Pro അടിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇത് ആദ്യത്തെ ശ്രമമായിരുന്നോ? അല്ലല്ല, രണ്ടാമത്തെ ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ശ്രമം എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ ശ്രമം എന്ന് പറയുമ്പോൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഞാൻ അപ്പം വിൻ ചെയ്യുമെന്ന് പറഞ്ഞു പോയി, പക്ഷെ സെക്കൻഡ് മേടിച്ച് വന്നത്. ഇപ്രാവശ്യം പോകുമ്പോ പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇപ്രാവശ്യം പോകുമ്പോൾ ഞാൻ 100% വിൻ ചെയ്യുമെന്നായിരുന്നു ഉറപ്പ്. തിരിച്ചു വരില്ലെന്ന് പറഞ്ഞിട്ടാണോ ഉറപ്പായിട്ട് പോയത്? എല്ലാവർക്കും ഞാൻ വീഡിയോ സഹിതം ഇട്ടായിരുന്നു, ഞാൻ വിൻ ചെയ്തിട്ടേ വരുള്ളൂ. അപ്പൊ അതങ്ങനെ പാലിച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് കൂടുതലായാലും പ്രോ ക്വാളിഫയർ ഇറങ്ങി അടിക്കണമെന്നായിരുന്നു. പക്ഷേ സ്റ്റൊമക്ക് ഇൻഫെക്ഷൻ വന്നത് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ അത് നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. അടുത്ത വർഷം അതും കൺഫേം ആയിട്ട് അടിച്ചിട്ട് തന്നെ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും നമ്മളൊരു ഇന്റർവ്യൂവിന് വരേണ്ടി വരും. എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നാറുണ്ടോ? മെന്റലി ഫിസിക്കലി അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഫിനാൻഷ്യലി ഒരുപാട് പ്രോബ്ലം വരുന്നുണ്ട്. സപ്പോർട്ട് വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ വീട്ടിലെ പൈസക്ക് അത്യാവശ്യം അമ്മേരെ മോതിരം മാരെ വാങ്ങിച്ചു കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ. പിന്നെ കുഴപ്പമില്ല. വീട്ടിൽ കണ്ടൊരു കാര്യമുണ്ട്, മൈ സൺ ഏൺഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് കുറെ മെഡലുകൾ തൂക്കി വെച്ചും. മേ ബി അത് അവർ അത്രയും പ്രൗഡ് ആയതുകൊണ്ട് ചെയ്തതായിരിക്കും. നമ്മളെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണല്ലോ. വീട്ടിലെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, എൻ്റെ മാമ, ഫാമിലി എല്ലാവരും ഇതൊരു പ്രൗഡായിട്ട് തന്നെ എടുക്കുന്നത്. കാരണം എൻ്റെ മരുമോനാണ് അടിച്ചത് എന്ന് പറഞ്ഞു. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലൈക്ക് വേറെ ആരും അത് റെക്കഗ്നൈസ് ചെയ്യാതെ പോകുന്നു, അല്ലെങ്കിൽ ഇതിനത്ര വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു പോയിന്റ്? അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ അർഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എങ്ങനെയാ ഇതിനൊക്കെ ഒരു ഡയറ്റ് അല്ലെങ്കിൽ ഒരു ജിം ടൈമിംഗ് ഒക്കെ എങ്ങനെയാ? ഞാൻ ഈ ഫീൽഡ് വന്നതും എൻ്റെ കസിൻ കൊണ്ട്, നമ്മൾ വേറൊരു കസിൻ ഉണ്ടായിരുന്നു, അവരെടുത്ത് ഏൽപ്പിച്ച്. പിന്നെ അദ്ദേഹം എനിക്ക് ഡയറ്റ് വരുമായിരുന്നു, വർക്കൗട്ട് മന്ത്ലി മാറ്റി കഴിക്കും. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയാൽ ഒരു 8 നേരം ഫുഡ് ഉണ്ടാവും. 8 നേരം ഭക്ഷണം കഴിക്കണം. അതും അവിച്ചിറച്ചി, എഗ് വൈറ്റ്, ബസുമതി റൈസ്. ഇതൊക്കെ ഇഷ്ടമായിരുന്നോ പണ്ട് മുതലേ കഴിക്കാൻ, അതോ ഇതിനു വേണ്ടി കഴിച്ച് ശീലിച്ചതാണോ? ഫസ്റ്റ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോ വർഷം കഴിച്ച് വന്നപ്പം നോർമലി നമ്മൾ ചോറും കറിയും തിന്നും പോലെ ആയിപ്പോയി. സിമ്പിളായില്ലേ? ഞാൻ കഴിഞ്ഞോട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ 1-1.5 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കുണ്ടാവുന്നൊരു ബൂസ്റ്റ് അല്ല അവർക്ക് ഉണ്ടാവുന്നേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാര്യം എന്ന് വെച്ചാൽ ഡയറ്റാണ് സത്യം പറഞ്ഞത്. എല്ലാത്തിനും പ്രോപ്പർ ഡയറ്റ്, റെസ്റ്റ്, എല്ലാവരും പറയുമ്പോൾ ഡിസിപ്ലിൻ. ഞാൻ കറക്റ്റാണ് പറഞ്ഞ ഒരു 5 മണിക്ക് എണീക്കും. 5 മണിക്ക് കഴിഞ്ഞിട്ട് ഒരു 500 ml വാട്ടർ വെറും വയറിൽ കുടിച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു പ്രോട്ടീൻ ഷേക്ക് കഴിക്കും. പിന്നെ ഓരോ മീല് 2.5 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കും. കറക്റ്റ് ഒരു ഞാൻ ഒരു 10:30 ആകുമ്പോഴേക്കും ഞാൻ ഉറങ്ങിയിരിക്കും. നൈറ്റ് രാത്രി 10:30 ഉറങ്ങിയിട്ട് ഒരു 6 to 7 hours മിനിമം ഉറങ്ങിയിരിക്കണം. അത് കഴിഞ്ഞ് ഫ്രഷ് 1.5 മണിക്കൂർ ജിമ്മിൽ പോകും. 1.5 മണിക്കൂർ ജിമ്മിൽ അത്രേ ഉള്ളൂ. പക്ഷേ വേറെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടോ പിള്ളേർക്ക്? വർക്കൗട്ട് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. വേറെ ഒരു ഹെൽപ്പ് ഒന്നും ചെയ്തൊരു ആർക്കും ചെയ്തില്ല. കാരണം നമ്മളെ ഡയറ്റ് ചെയ്ത് ടൈമിന് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ ഈ കോമ്പറ്റീഷന് പോകുന്നതുകൊണ്ട് ആർക്കും ട്രെയിനിങ് ഒന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ കാരണം നമ്മളെ ഡയറ്റ് ഇതൊക്കെ നോക്കി നടക്കുമ്പോൾ അവരെയും കൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ നിന്നാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കും. കാരണം നമുക്ക് കുറച്ച് സാലറി കിട്ടുന്നതായത് ഫിനാൻഷ്യൽ സപ്പോർട്ട്. ഇതൊരു ചെന്നൈയിൽ ഒരു കോമ്പറ്റീഷന് പോയിട്ട് അവിടെ ചാമ്പ്യൻ ആയിരുന്നു, അത് കേട്ടു. അതെങ്ങനെയായിരുന്നു? അതും ഒട്ടും പ്രതീക്ഷിച്ചില്ല ചാമ്പ്യൻ ആവും. കാരണം ചെന്നൈയാണ്, നാഷണലാണ്, നല്ല ഫൈറ്റ് ആണെന്ന് വിചാരിച്ചു പോയി. പക്ഷെ പോയപ്പോൾ എല്ലാവരും എന്നെ കണ്ടാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അത്ര വലുതായിട്ടൊന്നും എനിക്ക് ഫീൽ ആയിട്ടില്ല. പിന്നെ ഫൈറ്റ് ചെയ്തപ്പം ഫൈനലി ഞാനാണെന്ന് മനസ്സിലായി. അതും ഒരു സന്തോഷമായിരുന്നു. പിന്നെ അതിലൊരു 1 lakh ഇത് കിട്ടിയിരുന്നു. ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്നല്ലേ? അല്ല, 1 lakh ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടി. ക്യാഷ് പ്രൈസ് ആയി കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഡൽഹിക്ക് പോകാൻ അതൊരു സപ്പോർട്ടായിരുന്നു. ഫ്ലൈറ്റ് ചാർജും റൂമും അങ്ങനത്തെ കാര്യങ്ങൾ. ഈ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വേണ്ടാന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്? ഇഷ്ടപ്പെട്ടതാണ് എല്ലാം വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഫാമിലിയോടെ കറങ്ങാൻ പോകാനായിരുന്നു സമയമില്ല. കോളേജ് ടൂറ്, എക്സാമിന് പോലും ഞാൻ നേരെ കയറിയിട്ടില്ല ഇതിന് വേണ്ടി. എല്ലാം മാറ്റി വെച്ചു. അപ്പൊ അതിൽ നിന്ന് അത്രയും ഹാപ്പിനെസ് കിട്ടുന്നത് കൊണ്ടാണോ ഇതൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? ഇതൊക്കെ വേണ്ടെന്ന്. ഇപ്പൊ ഇതിൽ അത്രയും ഹാപ്പിയാണ്? ഇത് മാത്രമാണ് എന്റെ ഹാപ്പി. ഓക്കെ, ഇനി എന്താണ് ഫ്യൂച്ചറിൽ എന്താ പരിപാടി? ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒളിമ്പിയ പോകണം. എപ്പോഴാണ് അതിലൊരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്? കോമ്പറ്റീഷൻ നമ്മൾ ഈ പ്രോ ക്വാളിഫയർ അടിക്കും. അതിന് വേണ്ടി ഇപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നു. ഇത് വിൻ ചെയ്താൽ ഉറപ്പായിട്ടും ലാസ്റ്റ് വെക്കലായിരിക്കും പ്രോ ക്വാളിഫയർ. അവിടെ വിൻ ചെയ്യാൻ പാടാണ്. പക്ഷെ ഫൈറ്റ് ചെയ്യും. ഫൈറ്റ് ചെയ്ത് തോറ്റാലും കുഴപ്പമൊന്നുമില്ല നമുക്ക്. 25 വയസ്സേ ഉള്ളൂ. 25-ാമത്തെ വയസ്സിലാണ് അവൻ ഇതൊക്കെ
നേടിയിരിക്കുന്നത്. എത്രയോ സമയമുണ്ട്. പക്ഷെ എന്നാലും ഓൾ ദി ബെസ്റ്റ്, നന്നായി ചെയ്യണം. ഈ പൊതുവെ ഈ ജിമ്മിലുള്ള ആൾക്കാർക്കില്ലേ കുറച്ച് ഗേൾ ഫാൻസ് കൂടുതലാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാവുന്നോ? ഫാൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലേ? പെൺപിള്ളേരാരും വരുന്നില്ലേ? മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ? എന്തൊക്കെയാ മെസ്സേജിൽ പറയാം? ഞാൻ നിന്റെ പ്രൊഫൈൽ നോക്കിയപ്പോ മൊത്തം അടിപൊളി ബോഡിയുടെ വീഡിയോസ് ആണ് മൊത്തം ഉള്ളത്. എന്താ പിള്ളേരൊക്കെ എന്താ പറയുന്നത്? റിപ്ലൈ കൊടുക്കോ? കൊടുക്കാറില്ലേ? പെൺപിള്ളേരെ ഇഷ്ടമല്ലേ? അങ്ങനല്ല, ആർക്കും കൊടുക്കാറില്ല. ഇൻസ്റ്റ ഓപ്പൺ ആക്കി നോക്കിയാൽ മെസ്സേജ് നിരനിരാന്ന് നടക്കും. ഓക്കെ, അപ്പൊ ആർക്കും മറുപടി ഒന്നും കൊടുക്കില്ല. ഇല്ല, പെട്ടെന്ന് ഇപ്പൊ സപ്പോസ് പെട്ടെന്ന് ഒന്നും അറിയാൻ തുറന്നു പോയാൽ റിപ്ലൈ കൊടുക്കും. അറിയാന്നുള്ള വേണ്ടപ്പെട്ടവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കും. ഈ ബോയ്സ് ഒക്കെ എന്താ പറയാറ് കാണുമ്പോഴൊക്കെ? പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ആരെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും വന്ന് ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ടോ? ബിഗ് ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് വന്ന് കെട്ടിപ്പിടിക്കും, ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, സ്റ്റോറി ഇടും, ടാഗ് ചെയ്തിട്ടൊക്കെ. ഏതെങ്കിലും വന്ന് ടിപ്പൊക്കെ ചോദിക്കാറുണ്ടോ? ചേട്ടാ അതെന്താ ചെയ്യണ്ടേ, ഇങ്ങനെ എന്താ ചെയ്യണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ടോ? അവരൊക്കെ എന്നെ ഒരു കണ്ട എക്സൈറ്റ്മെന്റിൽ വന്ന് കെട്ടിപ്പിടിക്കും, സെൽഫി എടുക്കും, പോകും. അത്രേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോ മേ ബി ഉമ്മയുടെ ഉപ്പയുടെ ഒക്കെ കൂടെ പുറത്ത് എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും വന്ന് സംസാരിക്കുമ്പോ അവരെന്താ പറയാറ്? അവരും സന്തോഷിക്കും, നിനക്ക് ഇങ്ങനെ ഫാൻസ് ഉണ്ടാകും. എങ്ങനെയാ വീട്ടിലൊരു സപ്പോർട്ട് എങ്ങനെയാ? ഉമ്മ ഉപ്പയൊക്കെ എന്ത് പറഞ്ഞു? ആദ്യമായിട്ട് ഈ ജിമ്മിനൊക്കെ ഇറങ്ങി തിരിക്കാന്ന് പറഞ്ഞപ്പോ ഇവരെന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല, നല്ലത്. ഫുൾ സപ്പോർട്ടായി, ഫസ്റ്റ് മുതലേ സപ്പോർട്ടായിരുന്നു. കാരണം ഫസ്റ്റ് എന്റെ ചേട്ടനായിരുന്നു പോയത്, അവന്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ട് ഞാൻ പോയി. അതുകൊണ്ട് അവൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് അതുപോലെ സപ്പോർട്ട് കിട്ടി. ഇപ്പൊ അവരെങ്ങനെയാണ്? ലൈക് പ്രൗഡായിരിക്കും എന്ന് എനിക്കറിയാം, പക്ഷെ നല്ല ഇത് കിട്ടിയെന്ന് ഉമ്മാനൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു റെസ്പോൺസ് ഉണ്ടായിരുന്നത്? അവരെ വിളിച്ചു പറയാൻ സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റിയില്ല. എല്ലാം എൻ്റെ ബ്രദറാണ്. ഞാൻ അവിടെ നിന്ന് വിളിച്ച് പറയണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷേ എനിക്ക് സ്റ്റൊമക്ക് അഫക്ട് ചെയ്ത് ഞാൻ കിടപ്പുണ്ടായി. പക്ഷേ ഇവരൊക്കെ വിളിച്ച് എല്ലാവരും അറിയിച്ചു. എല്ലാവരും വിളിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷം. എൻ്റെ അടുത്ത് ഫോൺ കൊടുന്ന് പറയുമ്പോൾ ഞാൻ ആശുപത്രി കിടക്കണം പറഞ്ഞു. ആ സന്തോഷം മൊത്തത്തിൽ അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല കിടപ്പിലായതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോ ബാക്ക് ടു ട്രാക്ക് ആണ്. വീണ്ടും വർക്കൗട്ട്, ഡയറ്റ്. ഇപ്പൊ ഈ ഒളിമ്പിയുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ എന്താ പരിപാടി? ജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബിസിനസ് ആയിരിക്കും. എന്താണ് ഒരു ബിസിനസ് പ്ലാൻ? എന്തെങ്കിലും ഉണ്ടോ? പ്ലാനൊക്കെ ഉണ്ട്, പക്ഷേ പറയുന്നില്ല, സീക്രട്ട് ആണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാൻ അത് തന്നെയാണ് എൻ്റെ ഒരു ഹെഡ് വെച്ച ഒരു ബ്രാൻഡ് ആയിരിക്കും. ഓക്കെ, നൈസ്. വേറൊരു കാര്യം ചോദിക്കട്ടെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പ്രോ കാർഡ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും വേണ്ടത്ര ഒരു പബ്ലിസിറ്റി ഇല്ല നമുക്ക്. എന്നുവെച്ചാൽ നിങ്ങൾ ഇതിനെ ഫോളോ ചെയ്യുന്നവർക്ക് ഇത് അറിയാന്നല്ലാതെ ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്തവർക്കൊന്നും അറിയത്തില്ല. സോ അതിനെ കുറച്ചുകൂടി ഫെമിലിയർ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ? അതിനെപ്പറ്റി ഇതുവരെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ അത്? ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ മേ ബി അത് കുറച്ചുകൂടി പബ്ലിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫിനാൻഷ്യൽ സപ്പോർട്ട് ഒക്കെ കിട്ടുമെന്ന് തോന്നിയിട്ടില്ലേ? സപ്പോർട്ട് നന്നായിട്ട് കിട്ടും. ഇപ്പൊ സർക്കാരൊക്കെ അത് കുറച്ചുകൂടി അംഗീകരിക്കുകയാണെങ്കിൽ. പക്ഷെ സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ പോളി അസോസിയേഷൻ അവരെയാണ് അംഗീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ അവർ ഇതിൽ പോയിട്ടും ആർക്കും ജോലിയൊന്നും കിട്ടുന്നുമില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാനും അതിലോട്ടായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഇതാകുമ്പോൾ കുറച്ച് ഫെയിം ആവാം. ഒരു ഫേസ് റെക്കഗ്നിഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് ബ്രാൻഡ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നെ ഇപ്പൊ തന്നെ ഒരു GNC ബ്രാൻഡാണ് വന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. സാലറിയും കൊണ്ട് സ്റ്റോക്കും തരുന്നുണ്ട്. അതെനിക്കൊരു 30-40% സപ്പോർട്ടീവാണ്. അത്രത്തോളം ചിലവ് കുറഞ്ഞിട്ടുണ്ട്. ഈ മേത്തുള്ള ഈ പാടുകളൊക്കെ ഈ സ്ട്രെച്ച് മാർക്സ് അതെനിക്ക് മനസ്സിലായി. ഇതിപ്പോ ഈ ബോഡി എക്സ്പാൻഡ് ആവുന്നത് കൊണ്ട് വരുന്നതാണ്. ബോഡി എക്സ്പാൻഡ് ആവുന്നതാണ്. നമ്മൾ എത്രത്തോളം ഹാർഡായിട്ട് ചെയ്യുന്നു അതിനകത്ത് ഫുഡ് ഹ്യൂജ്നെസ് ആവുന്നവരും സ്ട്രെച്ച് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇതിനി പോവോ ഭാവിയില്? പോകുന്ന വെച്ചാൽ ടാസ്കാണ്. പോവില്ല. ഇവിടെ ഒരു പാടുണ്ടല്ലോ പണ്ട് വികൃതി കാണിച്ചതിന്റെയാണ്. വികൃതി പണ്ട് ഞാൻ ബൈക്ക് എന്ന് പറയുമ്പോൾ എടുത്തിട്ട് 60-60 സ്പീഡിൽ പോകും. നേരെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലായിട്ട് രക്ഷപ്പെട്ട് കൊണ്ടുവച്ചൊരു 8 ഇടിച്ച് കാറിന്റെ ബാഗിൽ ഈ സെറ്റ് മൊത്തമായിട്ട് അങ്ങളാതി ഇവിടെ നിന്ന് പിളർന്നു പോയി. എന്നെ എടുത്തില്ല. അവിടുത്തെ ഇലക്ട്രിക് പണിക്കാരനാണ് വന്നെടുത്ത് ബൈക്ക് കയറ്റി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കയറ്റി കിടന്നത്. എന്റെ ഇങ്ങനെ ഇവിടുത്തെ തക്കാളി പുലി രണ്ട് കാര്യം കൂടി ഒന്ന് കാണിച്ചു തരാമോ എനിക്ക്? നീ ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോ? നീ വെറുതെ പിടിച്ചിരിക്കുവാന്നത്? ഓക്കെ, ഫൈൻ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിനക്ക് ഇത് എന്തെങ്കിലും ഭാരം പോലെയൊക്കെ തോന്നുന്നു? മണ്ട ചോദ്യമായിരിക്കാം മേ ബി, പക്ഷെ ഞാൻ ചോദിക്കാം. നോർമൽ ബോഡി പോലെ തന്നെ. നിനക്ക് തോന്നാറുണ്ടോ നീ ഭയങ്കര ഹ്യൂജ് ആണെന്ന്? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. കണ്ണാടി നോക്കുമ്പോൾ പോലും തോന്നില്ല. പക്ഷെ ഇവരെ ഇവിടെ നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുമ്പോൾ എത്ര ഉണ്ട് അപ്പൊ എന്തെങ്കിലും തോന്നുന്നു?
അപ്പോഴും തോന്നി ഇത്ര വലിപ്പമുണ്ടോ എന്നൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ചിന്തിക്കാറുണ്ട്. ഓക്കെ, എല്ലാ ഇതൊരു വേറെ കാര്യം, ഇതിന്നിപ്പോൾ ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ ലൈക്ക് എന്താണ് സ്വപ്നം, അല്ലെങ്കിൽ ഒരു ഡ്രീം ലൈക്ക് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ഒരു സ്വപ്നം ഉണ്ടാവില്ലേ? അതെ, എനിക്ക് ഡ്രീം എന്ന് പറയുമ്പോൾ ബൈക്കിനോടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ക്രൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പോലും ഞാൻ പറഞ്ഞു എനിക്കൊരു കുറച്ച് സാലറി കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയി ഒരു സൂപ്പർ ബൈക്ക് എടുക്കുമെന്ന് ഞാൻ അടുത്തൊക്കെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പ്രൈസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. പക്ഷേ സൂപ്പർ ബൈക്കിനെക്കാട്ടി ഇത് വലിയ ഡ്രീമാണ് ഇത്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ ബൈക്കിലോട്ടൊന്നും. ഒളിമ്പിയാണ് അപ്പോൾ ലക്ഷ്യം. അതാണ് ഒറ്റ ലക്ഷ്യമുള്ളൂ. ഒളിമ്പിയ കഴിഞ്ഞിട്ട് വേറെ പണിക്ക് പോകുന്നതൊക്കെ. പക്ഷെ വീട്ടിൽ അത്രത്തോളം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വീട്ടിൽ അമ്മ ഫുഡ് നോക്കും, ഇവിടെ അച്ഛൻ കുറച്ച് സാലറി തരും, അച്ഛൻ്റെ സാലറി കുറച്ച് തരും, ഹെൽപ്പ് ചെയ്യും. അങ്ങനെ സപ്ലിമെന്റ്സ് ഒക്കെ വാങ്ങിക്കും. ഫുഡൊക്കെ വാങ്ങാൻ ഇത്രത്തോളം പൈസ ആവുന്നുണ്ട്. ഒരു മന്ത്ലി എക്സ്പെൻസ് എത്ര വരും? മന്ത്ലി എക്സ്പെൻസ് എന്ന് പറയാൻ നല്ല വരും. ഒരു 1000 വരെ ഒരു ദിവസം. ഒരു ദിവസം 1000 റുപ്പീസിന്റെ എക്സ്പെൻസ് ഫുഡിന് മാത്രം. 2.5 കിലോ ചിക്കൻ അടിച്ച് 1.5-2 കിലോ ചിക്കൻ വേണ്ടി വരും. എഗ് വെയിറ്റ് വന്നിട്ട് ഒരു 20 to 30 അത് വരും. ഈ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ തോന്നാറുണ്ടോ? ഓ, എക്സ്ട്രീം ലെവൽ, അതായത് ഫാറ്റ് പെർസെൻറ്റേജ് 4% താഴുമ്പം ഭയങ്കരമായിട്ട് കൊതി തോന്നും. അപ്പോൾ എന്ത് ചെയ്യും? കഴിക്കുമോ? കൺട്രോൾ ചെയ്യും. ഒരു 5 ദിവസമേ ഉള്ളൂ, 4 ദിവസം. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചീറ്റ് മീലൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഇതുവരെ എടുത്ത് നോക്കിയിട്ടില്ല. കാരണം ഡ്രീം വലുതാണ്, അതുകൊണ്ട് ചീറ്റ് മീലൊന്നും അല്ല ഇവിടെ. കൺട്രോൾ ചെയ്യും, എല്ലാം കൺട്രോൾ ചെയ്യും. ഈ ഒരു മേഖലയിലേക്ക് വരാൻ പോകുന്ന കുട്ടികളോടൊക്കെ എന്താ പറയാനുള്ളത്? മേ ബി ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒക്കെ നിന്നെ പോലെ ആവണമെന്ന് ആഗ്രഹം തോന്നുന്നവരുണ്ടായിരിക്കാം, അവരോട് എന്താ പറയാനുള്ളത്? നല്ലതൊന്നും പറയാം, പക്ഷേ ആരെയും ഞാൻ സത്യം പറഞ്ഞാൽ ഈ മേഖലയിലോട്ട് പുഷ് ചെയ്ത് വരാൻ പറയില്ല. കാരണം അത്രത്തോളം സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത്രത്തോളം സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഇല്ലേ? ഉണ്ടാവും, കിട്ടാം, തീർച്ചയായും. പക്ഷേ സ്ട്രഗിൾ ചെയ്യാൻ അത്രത്തോളം പറ്റുമെങ്കിൽ വന്ന് കയറുന്നത് നല്ലതാണ്. പണിയെടുക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ മതി എന്നാണ് ഇൻ ഷോർട്ട് എന്ന് പറയുന്നത്. കാര്യം പാടാണ്. നമ്മളിപ്പോൾ മെൻ്റലി ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ പോലും നമുക്ക് ഭയങ്കര വയലൻസ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ മാനസികപരമായിട്ട്? നമ്മൾ റോട്ടിൽ കൂടെ ബൈക്കിൽ പോകുമ്പോൾ തന്നെ ആരെങ്കിലും വന്ന് ചാടി തന്നെ പിടിച്ചിരിക്കാനൊക്കെ തോന്നും. ഡേഞ്ചറസ്. നല്ല വയലൻസ് ആയിരിക്കും, ഇത് അവർക്ക് തന്നെ അറിയാമല്ലോ. അപ്പോൾ നീ ദേഷ്യപ്പെടും? ബഹളമൊക്കെ വെച്ചിട്ടുണ്ടോ റോട്ടിൽ കിടന്നിട്ട്? ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കീറി വിളിക്കുമ്പോൾ അവർ ബാൻസ് നീക്കി തരും. ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 2 സ്റ്റെപ്പ് മാറി വരും. അത് കൊള്ളാം. ഇവന്മാരൊക്കെ ഫ്രണ്ട്സിനൊക്കെ ചീത്ത വിളിക്കാറുണ്ടോ? അല്ല, ഇവന്മാരൊക്കെ അറിയാം സിറ്റുവേഷൻ എങ്ങനെയാണ്, അതിനനുസരിച്ച് നിൽക്കുന്നതായിരിക്കും. എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അവർ ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് നമുക്ക് ഈ സൈക്കോളജിക്കലി വല്ല കൗൺസിലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, അത് നോർമലി വരുന്നതാണ്. അത് എൻ്റെ കോച്ചിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അത്രത്തോളം ഫാറ്റ് പെർസെൻറ്റേജ് കുറയുമ്പോൾ നമുക്ക് അത്രത്തോളം മെൻ്റലി ഭയങ്കര ദേഷ്യം വരാൻ, എമോഷൻ വരാം. പക്ഷെ നമ്മൾ പൊതുവെ പറയാറില്ല നമ്മുടെ ബോഡി ഫിറ്റ് ആണെങ്കിൽ നമ്മുടെ മൈൻഡ് അത്രയും ഹാപ്പി ആയിരിക്കും എന്ന്. പക്ഷേ 10% ആണ് അതിൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സ്ട്രീം ലെവലാണ്. 4% താഴെ ശരീരത്തിൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്ന് പോലും പിടിച്ച തൊലി പോലും മാത്രം. ഇത് ഫാറ്റ് ഉണ്ട് ഇപ്പം സ്കിന്ന് പിടിച്ച് കോമ്പറ്റീഷൻ സമയത്തൊക്കെ വന്ന് നോക്കിയൊന്നും കിട്ടത്തില്ലായിരിക്കും അല്ലേ? തൊലി മാത്രമായിട്ട് വരും. ഓക്കെ, അത്ര ഡ്രൈ ആയിട്ടിരിക്കും. ഈ ഗോൾഡൻ കളർ സംഭവം തേക്കുന്നതുകൊണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ദേഹത്തുനിന്ന് പോകാൻ ഒരു 2 ദിവസം പിടിക്കും. കഴുകി തേച്ച് വരയ്ക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ആ ടൈറ്റിൽ വിൻ ചെയ്തതിന് ശേഷം വാർത്തകളോ അതൊന്നും വന്നില്ല. പക്ഷേ ഷാഫി പറമ്പിലിന്റെ കൂടെയുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു. എങ്ങനെയാ ഷാഫി പറമ്പിൽ അവിടെ എത്തിപ്പെട്ടെ? ഷാഫി പറമ്പിൽ എൻ്റെ കസിനാണ്. സത്യം പറഞ്ഞാൽ കസിൻ ചുമ്മാ ഒന്ന് മെസ്സേജ് ഇട്ടോക്കി, എൻ്റെ അനിയ ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ലൈക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു? നോർമലി വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം ആണെന്നോ ഓക്കെ, മെസ്സേജ് ഇട്ടു. സ്പോട്ടിൽ തന്നെ റിപ്ലൈ വന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കേരള ഹൗസിലുണ്ട്, കറക്റ്റ് 11 മണിയാകുമ്പം കേരള ഹൗസിലോട്ട് വരാൻ പറഞ്ഞു. ഓക്കെ, അതൊന്നും വേറെ ഒന്നും നോക്കിയില്ലേ, പോയി. തൊട്ടടുത്ത് തന്നെയായിരുന്നു, ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളായിരുന്നു. നമ്മൾ പെട്ടെന്ന് ഊബർ പിടിച്ച് അങ്ങോട്ടേക്ക് പോയി. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആ ഡ്രസ്സ് കുളിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നോടെ നമ്മൾ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ഹാപ്പി ആയിരുന്നു. വന്ന് കെട്ടിപ്പിടിച്ചു, കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഇതെന്തിനാണ്ട് ഇത്രയും മസിൽ എന്നൊക്കെ ചോദിച്ചു. പിന്നെ പറഞ്ഞു എനിക്ക് ഇതുപോലെ ആവണം, ഞാൻ ഒന്നും പറഞ്ഞില്ല, തിരിച്ചു കൊടുത്തു. നല്ല എന്താ പറയാ, സോഫ്റ്റ് ആയിരുന്നു ആള്. വന്നു കെട്ടിപ്പിടിച്ചു, ഫോട്ടോ എടുക്കാൻ ഫോട്ടോ എടുത്തു. പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞു. ഇതേപോലെ നന്നായിട്ടുണ്ട്. എന്ത് തോന്നി ഷാഫിഖാനെ കണ്ടപ്പോ? അല്ലെങ്കിൽ MP ആയിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ഡൽഹിയിലേക്ക് എത്തിയ സമയത്തായിരിക്കണം നീ കണ്ടിട്ടുണ്ടാവുക. നമ്മൾ സത്യം ഒരു പെട്ടെന്ന് ആദ്യമായിട്ട് ഒരാളെ ഒരു ഫിലിം സ്റ്റാറിനെ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. അത്രയും ഉണ്ടാക്കി. ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്. കൂടെ വന്നവരായിരുന്നു ഒരുപാട് പേര് കാണാൻ വന്നിരുന്നു.
ഡൽഹിയിൽ. ആ വീഡിയോയും എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ വൈറലായ ഒരു വീഡിയോ ആണ്. വീഡിയോ നല്ല വൈറലായിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഫോട്ടോ എടുത്തതിന് ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരും വന്നു ചോദിച്ചു, നീ ഷാഫി പറമ്പിനെ എങ്ങനെ കണ്ടു? ഞങ്ങളും അത് കണ്ടപ്പോ ഷാഫിക്ക് എങ്ങനെയാ അവിടെ എത്തിപ്പെട്ടേ എന്നുള്ള ചിന്തയിലേക്ക് പോവുമല്ലോ. എല്ലാവരും വന്നത് അതാണ് എല്ലാവരും ചോദിച്ചത്. ഞാൻ മെഡൽ അടിച്ചതാരും ചോദിച്ചിട്ട് ഷാഫിക്ക് എങ്ങനെയുണ്ട്, ഷാഫിക്ക് എങ്ങനെയുണ്ട്, അതായിരുന്നു ചോദ്യം. വടകരയ്ക്ക് ഇളക്കി മറിച്ച് പോയതല്ലേ, എല്ലാവർക്കും ആ ഒരു വൈബ് ഉണ്ടാവുമല്ലോ. അതെ. ഈ ഷാഫിഖാനെ മുൻപ് എന്തെങ്കിലും ലൈക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, വാർത്തകളിൽ മാത്രം കണ്ട പരിചയമുള്ളൂ. ഓക്കെ. ഈ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് ആരാ? എനിക്കാണ്. ഈ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ടാണ്. അതിൽ മെയിനായിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഈ കരിയർ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് ഇവിടെ ട്രിവാൻഡ്രം പ്രോട്ടീൻ ഹബ്ബ് എന്ന് പറയും, പ്രോട്ടീൻ ഹബ്ബിലെ സോളമൻ ചേട്ടൻ, അദ്ദേഹമാണ് എനിക്ക് കരിയറിൽ നല്ല സപ്പോർട്ട് തന്നിട്ടുള്ളത്. പ്രോട്ടീനൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അങ്ങേര് പോലും ലാഫ് എടുക്കാതെ അങ്ങേര് കിട്ടുന്ന പ്രൈസിന് എനിക്ക് തന്നിട്ടൊക്കെ. അതിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് തുടക്കം കയറി വരാനെന്ന് പറയാം. ഓക്കെ. അപ്പൊ ഇനിയും അടിച്ചു കയറി വരണം, സൂപ്പർ ആയിരിക്കാം. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനിയും കാണാം. ഒളിമ്പിക് അടിക്കുമ്പോൾ ഞാൻ വീണ്ടും വരാം.